നമസ്കാരം. വയനാട് മണ്ഡലം ഒഴിഞ്ഞതിനു പിന്നാലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് രാഹുൽ ഗാന്ധി. ഇനി മുതൽ വയനാടിന് 2 പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. വയനാടിന്റെ സ്നേഹത്തിന് നന്ദി അറിയിക്കുന്നതായും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തീർച്ചയായും ഇതൊരു കഠിനമായ തീരുമാനമായിരുന്നു പ്രിയങ്ക വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നത്. എന്നാൽ മണ്ഡലത്തിൽ നിരന്തരം സന്ദർശകനായി ഞാനുമുണ്ടാകും. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം ഞങ്ങൾ പൂർത്തിയാക്കുമെന്നും രാഹുൽ പറഞ്ഞു. വയനാടുമായും റായ്ബറേലിയുമായും വൈകാരിക ബന്ധമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട്ടിലുള്ളവരും പാർട്ടിക്കാരും സ്നേഹം മാത്രമാണ് തനിക്ക് നൽകിയത്. അവരോട് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ എൻ്റെ ഒപ്പം നിന്നു. ജീവിതകാലം മുഴുവൻ അക്കാര്യം എൻ്റെ മനസ്സിലുണ്ടാകും. ഇടവേളകളിലെല്ലാം പ്രിയങ്കയ്ക്കൊപ്പം വയനാട്ടിലെത്തും. അവിടെ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം പൂർത്തിയാക്കും. റായ്ബറേലിയുമായി പഴയ ബന്ധമാണ് തനിക്കുള്ളത്. ആ മണ്ഡലത്തിലെ ജനങ്ങളെ വീണ്ടും ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നതിൽ സന്തോഷമുണ്ട്. വയനാട് ഒഴിയുന്ന കാര്യം എളുപ്പമായിരുന്നില്ല. ആ തീരുമാനം വളരെ കഠിനമായിരുന്നു. 2 മണ്ഡലവുമായി വ്യക്തിപരമായ ബന്ധമുണ്ടെന്നും രാഹുൽ പറയുന്നു. വയനാട്ടിലെ ജനങ്ങൾ എന്നെ പാർട്ടി നോക്കാതെയാണ് പിന്തുണച്ചത്. പ്രിയങ്ക വയനാട്ടിൽ വിജയിക്കും. ഒരു നല്ല MP ആയിരിക്കും അവർ. ഞാനും എൻ്റെ സഹോദരിയും 2 MP മാരായി വയനാടിനൊപ്പം ഉണ്ടാകുമെന്നും രാഹുൽ പറഞ്ഞു. അതേസമയം വയനാട്ടിൽ മത്സരിക്കുന്നതിൽ തനിക്ക് പരിഭ്രമമൊന്നുമില്ല എന്നും പ്രിയങ്ക പറഞ്ഞു. വയനാടിനായി ഏറ്റവും മികച്ച തന്നെ താൻ നൽകുമെന്നും പ്രിയങ്ക വ്യക്തമാക്കി. വയനാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നതിൽ സന്തോഷമുണ്ട്. രാഹുലിൻ്റെ അഭാവം ഒരിക്കലും അവരെ അറിയിക്കില്ല. രാഹുൽ ഇടയ്ക്കിടെ വയനാട് സന്ദർശിക്കുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഏറ്റവും കഠിനമായി തന്നെ പരിശ്രമിക്കുമെന്നും പ്രിയങ്ക പറയുന്നു. റായ്ബറേലിയുമായി വളരെ പഴക്കമുള്ള ബന്ധമാണ് ഉള്ളത്. റായ്ബറേലിയിലും അമേഠിയിലും വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. ആ ബന്ധം ഒരു സാഹചര്യത്തിലും വിച്ഛേദിക്കുവാൻ കഴിയില്ല. ഞങ്ങൾ 2 പേരും റായ്ബറേലിയും വയനാട്ടിലും പ്രവർത്തിക്കും. ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൻ്റെ പരിഭ്രമമൊന്നും തനിക്കില്ല എന്നും പ്രിയങ്ക ഗാന്ധി പറയുന്നു. അതേസമയം 2019 മുതൽ പ്രിയങ്ക മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലവിലുണ്ടായിരുന്നു. എന്നാൽ മത്സരിക്കാനില്ലെന്ന നിലപാടിലായിരുന്നു അവർ. 2019 പ്രിയങ്ക വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല.